ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായി റോമിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ഇറ്റലി ബന്ധത്തെ പ്രത്യേക തന്ത്രപ്രധാന പങ്കാളിത്തമായി ഉയർത്തുമെന്ന് പ്രധാനമന്ത്രി. UDF സർക്കാരിലെ മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ച് ഔദ്യോഗിക വിജ്ഞാപനമായി. മുഖ്യമന്ത്രി VD സതീശൻ ധനകാര്യം, പൊതുഭരണം, തുറമുഖം തുടങ്ങിയ വകുപ്പുകൾ കൈകാര്യം ചെയ്യും. ആഭ്യന്തര വകുപ്പ് രമേശ് ചെന്നിത്തലയ്ക്ക്. വ്യവസായം, IT എന്നീ വകുപ്പുകളുടെ ചുമതല PK കുഞ്ഞാലിക്കുട്ടിക്ക്. ആരോഗ്യവും ദേവസ്വവും K മുരളീധരന്. AP അനിൽകുമാർ റവന്യൂ മന്ത്രി. വൈദ്യുതി വകുപ്പിന്റെ ചുമതല സണ്ണി ജോസഫ് വഹിക്കും. നിയുക്ത MLA മാരുടെ സത്യപ്രതിജ്ഞ നാളെ നടക്കും. സ്പീക്കർ തെരഞ്ഞെടുപ്പ് മറ്റന്നാൾ. സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കാൻ സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. പാൽ വില ലിറ്ററിന് 4 രൂപ വർദ്ധിപ്പിച്ച് മിൽമ. ജൂൺ 1 മുതൽ വില വർധന നിലവിൽ വരും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വാർത്തകൾ വിശദമായി. വിദേശ പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായി ഇന്ന് പ്രതിനിധിതല ചർച്ചകൾ നടത്തി. ഇന്ത്യ ഇറ്റലി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ചും വ്യാപാരം, നിക്ഷേപം, സാങ്കേതിക വിദ്യ, പ്രതിരോധം തുടങ്ങിയ മേഖലകളിലെ പങ്കാളിത്തം വിപുലീകരിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഇരുവരും ചർച്ച ചെയ്തു. ഇന്ത്യ ഇറ്റലി ബന്ധത്തെ പ്രത്യേക തന്ത്രപ്രധാന പങ്കാളിത്തമായി ഉയർത്താൻ തീരുമാനിച്ചതായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷമുള്ള വാർത്താസമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു. ഷിപ്പിംഗ്, തുറമുഖ വികസനം, ലോജിസ്റ്റിക്സ്, സമുദ്ര സമ്പദ് വ്യവസ്ഥ എന്നീ മേഖലകളിൽ യോജിച്ച് പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പശ്ചിമേഷ്യൻ, യുക്രൈൻ സംഘർഷങ്ങളെക്കുറിച്ചും ഇരുവരും സംഭാഷണം നടത്തി. അഭിപ്രായ വ്യത്യാസങ്ങൾ സംഭാഷണത്തിലൂടെ പരിഹരിക്കുക എന്ന നിലപാടാണ് ഇന്ത്യയ്ക്കുള്ളതെന്ന് ശ്രീ മോദി പറഞ്ഞു. ഭീകരവാദം മാനവരാശിക്ക് എതിരായ ഗുരുതര ഭീഷണിയാണെന്ന നിലപാടാണ് ഇന്ത്യയ്ക്കും ഇറ്റലിക്കുമുള്ളതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. VD സതീശൻ സർക്കാരിലെ മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ച് ഔദ്യോഗിക വിജ്ഞാപനമായി. മുഖ്യമന്ത്രി VD സതീശൻ ധനകാര്യം, പൊതുഭരണം എന്നിവയ്ക്ക് പുറമെ തുറമുഖം, നിയമം, സയൻസ് ആന്റ് ടെക്നോളജി, ലോട്ടറി, ദുരന്ത നിവാരണം തുടങ്ങി വിവിധ വകുപ്പുകൾ കൈകാര്യം ചെയ്യും. മന്ത്രിസഭ ചുമതലയേറ്റ് 3-ാം നാളാണ് വകുപ്പ് വിഭജനം പൂർത്തിയായത്. വിശദാംശങ്ങളിലേക്ക്. മന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കാണ് ആഭ്യന്തരം, വിജിലൻസ്, ജയിൽ, കയർ തുടങ്ങിയ വകുപ്പുകളുടെ ചുമതല. മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി വ്യവസായം, IT ഉൾപ്പെടെയുള്ള വകുപ്പുകളുടെ ചുമതല വഹിക്കും. സണ്ണി ജോസഫ് വൈദ്യുതി, പാർലമെന്ററി കാര്യം, പരിസ്ഥിതി എന്നിവയും K മുരളീധരൻ ആരോഗ്യം, ദേവസ്വം എന്നിവയും കൈകാര്യം ചെയ്യും. AP അനിൽകുമാറിന് റവന്യൂ വകുപ്പും PC വിഷ്ണുനാഥിന് ടൂറിസം, സാംസ്കാരികം എന്നീ വകുപ്പുകളും M ലിജു എക്സൈസ്, സഹകരണ വകുപ്പുകളും റോജി M ജോണിന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പുമാണ് നൽകിയിരിക്കുന്നത്. കൃഷി വകുപ്പ് T സിദ്ദിഖിനും പട്ടികജാതി പട്ടികവർഗ വികസനം KA തുളസിക്കും, തൊഴിൽ, വനിതാ ശിശുക്ഷേമം, മൃഗസംരക്ഷണം എന്നിവ ബിന്ദു കൃഷ്ണയ്ക്കും, യുവജനക്ഷേമം, കായികം, രജിസ്ട്രേഷൻ തുടങ്ങിയ വകുപ്പുകൾ OJ ജനീഷിനുമാണ്. N ശംസുദ്ദീൻ വിദ്യാഭ്യാസം, ന്യൂനപക്ഷ ക്ഷേമം, വഖഫ്, ഹജ്ജ് എന്നിവയും KM ഷാജി തദ്ദേശ സ്വയംഭരണ വകുപ്പും PK ബഷീർ പൊതുമരാമത്ത് വകുപ്പും VE അബ്ദുൾ ഗഫൂർ ഫിഷറീസ്, സാമൂഹ്യനീതി വകുപ്പുകളും കൈകാര്യം ചെയ്യും. മോൻസ് ജോസഫിന് ജലവിഭവ വകുപ്പിന്റെയും, ഷിബു ബേബി ജോണിന് വനം വകുപ്പിന്റെയും, അനൂപ് ജേക്കബിന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പിന്റെയും, CP ജോണിന് ഗതാഗത വകുപ്പിന്റെയും ചുമതലയാണുള്ളത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. 16-ാം കേരള നിയമസഭയിലെ നിയുക്ത MLA-മാരുടെ സത്യപ്രതിജ്ഞ നാളെ നടക്കും. പ്രോടേം സ്പീക്കർ G. സുധാകരൻ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും. ലോക് ഭവനിൽ ഗവർണർ മുൻപാകെ ഇന്നു രാവിലെ നടന്ന ചടങ്ങിലാണ് G. സുധാകരൻ പ്രോടേം സ്പീക്കറായി സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റത്. മുഖ്യമന്ത്രി VD സതീശൻ, മന്ത്രിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. മറ്റന്നാളാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയും ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാനെയുമാണ് UDF പരിഗണിക്കുന്നത്. ഈ മാസം 29-നാണ് നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപനം. ജൂൺ 1 മുതൽ 3 വരെയുള്ള ദിവസങ്ങളിൽ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചകൾ നടക്കും. സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കിയതായി മുഖ്യമന്ത്രി VD സതീശൻ. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിന് ശേഷം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. സിൽവർ ലൈൻ പദ്ധതിക്കായി ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിച്ച എല്ലാ വിജ്ഞാപനങ്ങളും മരവിപ്പിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. സിൽവർ ലൈൻ സമരവുമായി ബന്ധപ്പെട്ട കേസുകൾ പരിശോധിച്ച് പിൻവലിക്കുന്നതിനുള്ള ശുപാർശ സർക്കാർ കോടതിയിൽ സമർപ്പിക്കും. UDF പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാൻ വിവിധ വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകി. സർക്കാരിന്റെ കാലാവധി അവസാനിക്കുന്ന 2031 മുൻപ് എല്ലാ വാഗ്ദാനങ്ങളും പാലിക്കാൻ ലക്ഷ്യമിട്ടുള്ള വിഷൻ 2031 പദ്ധതി നടപ്പാക്കും. 2026 ഓഗസ്റ്റ് 31-നകം കാലാവധി അവസാനിക്കുന്ന എല്ലാ PSC റാങ്ക് ലിസ്റ്റുകളുടെയും കാലാവധി 2026 നവംബർ 30 വരെ നീട്ടാൻ PSCക്ക് ശുപാർശ ചെയ്യും. പത്മ പുരസ്കാരങ്ങൾക്കുള്ള പേരുകൾ കേന്ദ്ര സർക്കാരിന് ശുപാർശ ചെയ്യുന്നതിനായി പ്രത്യേക സബ് കമ്മിറ്റി രൂപീകരിച്ചു.
സംസ്ഥാനത്ത് സ്കൂളുകൾ ജൂൺ 1 തുറക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തി വിദ്യാഭ്യാസ വകുപ്പ്. കുട്ടികളെ സ്വീകരിക്കാൻ വിപുലമായ പ്രവേശനോത്സവം സംഘടിപ്പിക്കുമെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ പറഞ്ഞു. പുതിയ അധ്യയന വർഷത്തെ മികച്ച രീതിയിൽ സ്വാഗതം ചെയ്യുന്നതിനായി മന്ത്രി അടിയന്തര യോഗം വിളിച്ചു ചേർത്ത് നിർദ്ദേശങ്ങൾ നൽകി. സ്കൂളും പരിസരവും പൂർണ്ണമായും ശുചീകരിക്കുന്നതിനും കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും അടിയന്തര നടപടികൾ സ്വീകരിക്കും. ഒന്നാം ഘട്ട പാഠപുസ്തകങ്ങളുടെ വിതരണം 80% പൂർത്തിയായിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ശേഷിക്കുന്ന പുസ്തകങ്ങൾ മെയ് 31 കുട്ടികളിലേക്ക് എത്തിക്കുവാനും മന്ത്രി നിർദ്ദേശം നൽകി. സംസ്ഥാനത്ത് മിൽമ പാൽ ലിറ്ററിന് 4 രൂപ വർദ്ധിപ്പിച്ചു. ജൂൺ 1 മുതൽ വില വർധന നിലവിൽ വരും. മിൽമ ഡയറക്ടർ ബോർഡാണ് തീരുമാനം കൈക്കൊണ്ടത്. 4 രൂപ വില വർദ്ധിക്കുമ്പോൾ കർഷകന് 3 രൂപ 35 പൈസയും പാൽ സൊസൈറ്റിക്ക് 25 പൈസയും ലഭിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. എറണാകുളം കിഴക്കമ്പലത്തിനടുത്ത് മലയിടം തുരുത്ത് പാരിയത്തുകാവ് ഉന്നതിയിൽ കുടിയൊഴിപ്പിക്കലിനിടെ പ്രതിഷേധം. ഇന്ന് രാവിലെയാണ് സുപ്രീംകോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി നിയോഗിച്ച അഭിഭാഷക കമ്മീഷൻ കുടുംബാംഗങ്ങളെ ഒഴിപ്പിക്കുവാൻ എത്തിയത്. നാട്ടുകാരും അധികൃതരും തമ്മിൽ വാക്കേറ്റവും തർക്കവും ഉണ്ടാവുകയും പോലീസ് പ്രതിഷേധക്കാരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. നാട്ടുകാരുടെ എതിർപ്പ് ശക്തമായതിനെ തുടർന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നടപടികൾ നിർത്തിവെക്കാൻ പോലീസിന് നിർദ്ദേശം നൽകി. പരമ്പരാഗത മേഖലകളടക്കം നിർണായക സംഭാവനകൾ നൽകാൻ കഴിയുന്ന ടെക്സ്റ്റൈൽ വ്യവസായത്തിന് സർക്കാർ മുന്തിയ പരിഗണന നൽകുമെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി തിരുവനന്തപുരത്ത് ടെക്സ്റ്റൈൽ മേഖലയുമായി ബന്ധപ്പെട്ട പ്രതിനിധികളുടെ യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ വസ്ത്ര വ്യവസായ മേഖലയെ ആഗോള വിപണിയിൽ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും 2030 $100 ബില്യൺ കയറ്റുമതി ലക്ഷ്യം കൈവരിക്കുന്നതിനുമായി കേന്ദ്ര ടെക്സ്റ്റൈൽ മന്ത്രാലയവും സംസ്ഥാന വ്യവസായ വാണിജ്യ വകുപ്പും സംയുക്തമായാണ് യോഗം സംഘടിപ്പിച്ചത്. പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുന്നോടിയായി സ്കൂൾ ബസ്സുകളുടെ സുരക്ഷാ പരിശോധനയ്ക്ക് തുടക്കമായി. എറണാകുളം റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിന്റെ പരിധിയിലുള്ള വാഹനങ്ങൾക്കായി കളമശ്ശേരി CF ടെസ്റ്റ് ഗ്രൌണ്ടിൽ നടന്ന ആദ്യദിന പരിശോധനയിൽ 60 സ്കൂൾ ബസ്സുകൾ പങ്കെടുത്തു. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച 16 ബസ്സുകൾക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകി RTOയുടെ പ്രത്യേക സുരക്ഷാ സ്റ്റിക്കറുകൾ പതിപ്പിച്ചു. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത നൽകി. 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കർണാടക തീരത്തും ഇന്ന് മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നാണ് മുന്നറിയിപ്പ്. കാലവർഷം ഈ മാസം 26 കേരളത്തിൽ എത്തിയേക്കും. മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ദേശീയ ദുരന്ത നിവാരണ സേനയുടെ 8 സംഘങ്ങളെ സംസ്ഥാനത്ത് വിന്യസിച്ചിട്ടുണ്ട്. കാലവർഷ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി മലങ്കര ഡാമിൽ അടിയന്തര അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ ഡാമിന്റെ ഷട്ടറുകൾ ഘട്ടം ഘട്ടമായി തുറക്കുമെന്ന് എറണാകുളം ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി. കനാൽ വഴിയുള്ള ജലവിതരണം ഇന്നു മുതൽ നിർത്തിവയ്ക്കും. പുഴക്കരകളിൽ താമസിക്കുന്നവരും പൊതുജനങ്ങളും ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതാണ്. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. രാത്രി 7:30 കൊൽക്കത്തയിലാണ് മത്സരം. രാജ്യത്തെ ഓഹരി വിപണികൾ ഇന്ന് നേട്ടത്തോടെ വ്യാപാരം അവസാനിപ്പിച്ചു. സെൻസെക്സ് 117 പോയിന്റ് ഉയർന്ന് 75,318ലും നിഫ്റ്റി 41 പോയിന്റ് നേട്ടത്തിൽ 23,659ലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. സ്വർണ്ണവില ഉയർന്നു. പവന് 960 രൂപ വർദ്ധിച്ച് 1,16,120 രൂപയും ഗ്രാമിന് 14,515 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31 പരിപാടിയുടെ 134ാം പതിപ്പ് ആണ് ഇത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായി റോമിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ഇറ്റലി ബന്ധത്തെ പ്രത്യേക തന്ത്രപ്രധാന പങ്കാളിത്തമായി ഉയർത്തുമെന്ന് പ്രധാനമന്ത്രി. UDF സർക്കാരിലെ മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ച് ഔദ്യോഗിക വിജ്ഞാപനമായി മുഖ്യമന്ത്രി VD സതീശൻ ധനകാര്യം, പൊതുഭരണം, തുറമുഖം തുടങ്ങിയ വകുപ്പുകൾ കൈകാര്യം ചെയ്യും. ആഭ്യന്തര വകുപ്പ് രമേശ് ചെന്നിത്തലയ്ക്ക്. വ്യവസായം, IT എന്നീ വകുപ്പുകളുടെ ചുമതല PK കുഞ്ഞാലിക്കുട്ടിക്ക്. ആരോഗ്യവും ദേവസ്വവും K മുരളീധരന്. AP അനിൽകുമാർ റവന്യൂ മന്ത്രി. വൈദ്യുതി വകുപ്പിന്റെ ചുമതല സണ്ണി ജോസഫ് വഹിക്കും. നിയുക്ത MLAമാരുടെ സത്യപ്രതിജ്ഞ നാളെ നടക്കും. സ്പീക്കർ തെരഞ്ഞെടുപ്പ് മറ്റന്നാൾ. സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കാൻ സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. പാൽ വില ലിറ്ററിന് 4 രൂപ വർദ്ധിപ്പിച്ച് മിൽമ. ജൂൺ 1 മുതൽ വില വർധന നിലവിൽ വരും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 7:25.